ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ തിരുസഭ മാതാവ് ഇന്നേ ദിനം പരിശുദ്ധ കന്യക മാതാവിൻ്റെ രാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനമാണ്. ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. നോക്കൂ, ആദ്യം മുതൽ പിതാവായ ദൈവം നിശ്ചയിച്ച ആ പേരും ആ സ്ഥലവും സമയവുമെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സമ്പൂർണമാകുന്നു. യേശുവിനെ 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശയ്യ പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടണം. അവിടെ ആ കന്യകയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ ആ പേരെടുത്ത് പറയുന്നു. ആ കന്യകയുടെ പേര് മറിയം എന്നാണ്. അഥവാ പ്രവാചകന്മാർ പ്രഘോഷിച്ച ആ കന്യകയുടെ പേര് മറിയം എന്നാണ്. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മയായി അവരോധിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതല്ല. ദൈവം അനാദി മുതൽ ഈ മകളെ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. ആ ഒരുക്കത്തിൻ്റെ പൂർണ്ണതയും അതിൻ്റെ സമ്പൂർണതയുമാണ് മംഗളവാർത്തയിൽ നാം കാണുന്നത്. യഥാർത്ഥത്തിൽ മംഗളവാർത്ത പ്രപഞ്ചത്തിന് മുഴുവനും അത് മംഗളവാർത്തയായിരുന്നുവെങ്കിലും പരിശുദ്ധ കന്യകാ മാതാവിന് അപ്രകാരമായിരുന്നില്ല. അതവളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. എങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ വാർത്തകളെയും മംഗളവാർത്തയായി കാണാൻ ബലമുണ്ടായിരുന്ന മറിയം ആ കൃപയോടുകൂടി അത് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ മുമ്പിൽ അവൾ സ്വയം വിനീതദാസിയായി. ദൈവം ആവശ്യപ്പെട്ടതൊന്നും ഭൂമിയിൽ നിഷേധിക്കാത്ത വ്യക്തിയുടെ പേരാണ് മറിയം. ഭൂമി ഇന്ന് ഈ അമ്മയെ ആദരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ദൈവത്തിനു മുമ്പിൽ അവൾ അതെ എന്ന് മാത്രം പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നും അത് ഫലപുഷ്ടി ഉണ്ടാകാതെ തിരികെ പോകില്ലെന്നും അവൾക്കറിയാമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ സ്വയം ശിരസ് നമിച്ച പരിശുദ്ധ മറിയം നമുക്കെല്ലാവർക്കും ദൈവിക പദ്ധതിയെ സ്വീകരിക്കുവാനുള്ള മഹനീയ മാതൃക ഈ അമ്മ നൽകി. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റിയതിന് ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് സ്വർഗത്തിൽ പരിശുദ്ധമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടത്. സത്യത്തിൽ ഇത് ഒരു അംഗീകാരത്തിൻ്റെ മുദ്രയാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുന്ന സകലർക്കും നിത്യപിതാവിൻ്റെ സന്നിധിയിൽ അംഗീകാരമുണ്ടെന്നും അവിടുന്ന് നമ്മെ ആദരിക്കുകയും കൃപാപൂർവം സ്വീകരിക്കുകയും ചെയ്യുമെന്നതിൻ്റെ അടയാളം. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിത്യമായി ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുന്നു എന്നതിൻ്റെ അടയാളം. ഈ വിശുദ്ധ ദിനം നമുക്കും നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ കൂടുതൽ ബലം നൽകട്ടെ. കൂടുതൽ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ പരിശുദ്ധ അമ്മയുടെ മഹനീയ മാധ്യസ്ഥം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.